കേരളത്തിൽ അവശേഷിക്കുന്ന 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ആശയക്കുഴപ്പം അവസാനിക്കാതെ ബി.ജെ.പി. ബാക്കി സ്ഥാനാർത്ഥികളെക്കുറിച്ച് പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കുഴയുകയാണ് സംസ്ഥാന നേതൃത്വം. എല്ലാം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. എന്നാൽ സംസ്ഥാനം നൽകിയ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വം വെട്ടിയതാണെന്നും പറയപ്പെടുന്നു. കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് ലോക്സഭാ സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത്. N.K. പ്രേമചന്ദ്രനും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി കുമ്മനത്തിനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പകരം ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് പ്രേമചന്ദ്രനെ സഹായിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്നാണ് സൂചന. എറണാകുളത്ത് സംവിധായകൻ മേജർ രവിയുടെ പേരും സംസ്ഥാന വൈസ് പ്രസിഡന്റ് A.N. രാധാകൃഷ്ണന്റെ പേരും സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു. A.N. രാധാകൃഷ്ണന് അവസരം നൽകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. BDJSന്റെ സീറ്റുകളായിരുന്ന ആലത്തൂരും വയനാടും ബി.ജെ.പിക്ക് നൽകിയെങ്കിലും അനുയോജ്യ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് ഉന്നത നേതാക്കളെ ചാക്കിട്ടുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമം തുടരുകയാണ്. അത് സാധ്യമായില്ലെങ്കിൽ നേരത്തെ പരിഗണിച്ചവരെ പ്രഖ്യാപിച്ചേക്കുമെന്നും നേതാക്കൾ പറഞ്ഞു.